ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന സബ്ജക്റ്റിൻ്റെ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഓൾറെഡി ഞാൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മൊഡ്യൂൾസിൻ്റെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഓൾറെഡി ഒരു റിവിഷൻ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ ടോട്ടൽ നമ്മൾ ഓൾറെഡി 20 ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ 21ാമത്തെ ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കേൾക്കണം. അല്ലാതെ റിവിഷൻ ക്ലാസ് കൊണ്ട് മാത്രം നമുക്ക് യൂസ്ഫുൾ ആവില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ്സുകളെല്ലാം എടുത്തിരിക്കുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 20 ക്ലാസ്സും കണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഇതിനെ 21ാമത്തെ ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ. സോ ഈ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ്സിൽ ഞാൻ 2023 ക്വസ്റ്റ്യൻ പേപ്പർ 2023 കേരള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് പറയാൻ പോകുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 6ാമത്തെ ചോദ്യം, ഞാൻ ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ. 1 മാർക്കിൻ്റെ ഒരു ചോദ്യമായിരുന്നു. ഈ 6ാമത്തെ ചോദ്യം എന്നാൽ ബാങ്ക് റേറ്റ് എന്താണെന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് ബാങ്ക് റേറ്റ്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനറൽ ടേം അല്ല. അതായത് കാണുമ്പോൾ തോന്നും ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്തോ റേറ്റാണ്. ഒബ്വിയസ്ലി അതാണ്. പക്ഷെ അങ്ങനെ മാത്രം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ജനറൽ ടേം അല്ല. ഇതൊരു കൃത്യമായൊരു ടെക്നിക്കൽ ടേമാണ്. നമ്മൾ ബാങ്കുമായിട്ട് യൂസ് ചെയ്യുന്ന കൃത്യമായിട്ട് മീനിങ് ഉള്ള ഒരു ടെക്നിക്കൽ ടേമാണ്. എന്താണ് ഈ ബാങ്ക് റേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പൈസ കടം വാങ്ങാം. ഞാൻ ഏറ്റവും ബേസിക് ലെവലാണ് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസ കടം വാങ്ങാൻ പറ്റും. കടം വാങ്ങുമ്പോൾ നമ്മളിത് തിരിച്ചും കൊടുക്കണം. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വെറുതെ പൈസ കടം കൊടുക്കത്തില്ല, അവരത് റീപേ ചെയ്യണം. ആ റീപേ ചെയ്യുമ്പോൾ അവർ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് വേണം അടയ്ക്കാൻ. ഇത്രയും കാര്യം ഓക്കെയാണല്ലോ. നമ്മുടെ നാട്ടിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പൈസയ്ക്ക് അത്യാവശ്യം വന്നാൽ അവർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കടം വാങ്ങാം. അങ്ങനെ കടം വാങ്ങുമ്പോൾ അവരത് റീപേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടി വേണം റീപേയ്മെൻറ്റ് ചെയ്യാൻ. ഓക്കെ. ഇത് ഷോർട്ട് ടേം പീരീഡിലേക്കാണെങ്കിൽ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഷോർട്ട് ടേം പീരീഡിലേക്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് പൈസ കടം വാങ്ങുന്നതെങ്കിൽ ആ ഷോർട്ട് ടേം പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴേ അങ്ങ് പഠിപ്പിക്കുവാണ്. അപ്പോൾ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റാണ് ഈ റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പൈസ കടം വാങ്ങുന്നു. ഷോർട്ട് ടേമിലേക്കാണ് പൈസ കടം വാങ്ങുന്നതെങ്കിൽ അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ്. ഇനി ഇത് ലോങ് ടേമിലേക്കാണെങ്കിൽ, കൊമേഴ്ഷ്യൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ലോങ് ടേമിലേക്കാണ് പൈസ കടം വാങ്ങുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഇൻട്രസ്റ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാങ്ക് റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊമേഴ്ഷ്യൽ ബാങ്ക് റിസർവ് ബാങ്കിൽ നിന്നും ബോറോ ചെയ്യും, പൈസ കടം വാങ്ങും. ആ സമയത്ത് റീപേയ്മെൻറ്റിന് വേണ്ടി ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. അത് ലോങ് ടേം ബേസ് ആണെങ്കിൽ, അപ്പോൾ ലോങ് ടേം ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോങ് ടേം ഇൻട്രസ്റ്റ് റേറ്റ്. ഈ ലോങ് ടേം എന്ന വേർഡ് ഉണ്ടെങ്കിൽ തന്നെ ഒരു മാർക്ക് കിട്ടും. കാര്യം ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. എന്തിനു വേണ്ടിയാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് RBI നിന്നും പണം കടം വാങ്ങും, ബോറോ ചെയ്യും. അതിനുവേണ്ടി തിരിച്ചടയ്ക്കേണ്ടി വരുമ്പോൾ എന്തായാലും ഇൻട്രസ്റ്റ് അടയ്ക്കണമല്ലോ. അപ്പോൾ ലോങ് ടേമിലേക്കാണ് ഇൻട്രസ്റ്റ് റേറ്റ് അടയ്ക്കുന്നതെങ്കിൽ അതാണ് ബാങ്ക് റേറ്റ്. അതിൻ്റെ ഷോർട്ട് ടേമിലേക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബാങ്ക് റേറ്റ് ഈസ് ഫോർ ലോങ് ടേം, റിപ്പോ റേറ്റ് ഈസ് ഫോർ ഷോർട്ട് ടേം. ഇനി മറ്റൊന്നുണ്ട്, റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ പണം, അവരുടെ എക്സസ് എമൗണ്ട് റിസർവ് RBI ഡെപ്പോസിറ്റ് ചെയ്യും, അങ്ങോട്ട് പൈസ കൊടുക്കും. കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് അങ്ങോട്ട് പൈസ കൊടുക്കും. ആ സമയത്ത് RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പോൾ പലിശ കിട്ടുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിനാണ്. ആ റേറ്റിനെയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. മറ്റൊന്നാണ് CRR. CRR ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും. ക്യാഷ് റിസർവ് റേഷ്യോ. കൊമേഴ്ഷ്യൽ ബാങ്ക് അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്യാഷ് ആയിട്ട് റിസർവ് വെച്ചിരിക്കണം. ഇപ്പോൾ CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് റേഷ്യോ അല്ലെങ്കിൽ എന്ത് റേറ്റാണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന് ഡെപ്പോസിറ്റ് കിട്ടില്ലടോ, നമ്മളൊക്കെ ബാങ്കിൽ കൊണ്ടുപോയി പൈസ എടുത്തില്ലേ, ആ ഡെപ്പോസിറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്യാഷ് ആയിട്ട് തന്നെ റിസർവ് വെച്ചിരിക്കണം. അതാണ് ഈ ക്യാഷ് റിസർവ് റേഷ്യോ. മറ്റൊന്നുണ്ട് SLR.
സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അവിടെ ക്യാഷായിട്ട് തന്നെ വെക്കണമെന്നില്ല. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ ഡെപ്പോസിറ്റിൻ്റെ അല്ലെങ്കിൽ അവരുടെ ടേംസിൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ക്യാഷായിട്ട് മാത്രമല്ല, ക്യാഷായിട്ടോ ഗോൾഡായിട്ടോ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ടോ ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ലിക്വിഡ് അസറ്റിൻ്റെ പുറത്ത് വെക്കാം, ക്യാഷ് തന്നെ ആവണമെന്നില്ല. ലിക്വിഡ് അസറ്റിൻ്റെ പുറത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഈ പറയുന്ന റിസർവ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, SLR, ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ബോറോയിങ് റേറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ലോങ് ടേം ബോറോയിങ് റേറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഫ്രം RBI, ഇങ്ങനെ പഠിച്ചാൽ മതി. ബാങ്ക് റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ലോങ് ടേം ബോറോയിങ് റേറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഫ്രം RBI, ഇങ്ങനെ എഴുതിയെടുത്തോ. ലോങ് ടേം ബോറോയിങ് റേറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫ്രം RBI. റിപ്പോ റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഷോർട്ട് ടേം ബോറോയിങ് റേറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഫ്രം RBI. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അങ്ങോട്ട് പൈസ കൊടുക്കും, അപ്പോൾ അവർക്ക് കിട്ടുന്നതാണ്. CRR എന്താണ്? ക്യാഷ് ആയിട്ട് വെക്കുന്ന റിസർവാണ്. SLRO ലിക്വിഡ് അസറ്റ്, ക്യാഷ് തന്നെ ആവണമെന്നില്ല, അത് ഗോൾഡ് ആവാം, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം, ലിക്വിഡ് അസറ്റ് ആവാം. ഓക്കെ, അതാണ് ഈ CRRഉം SLRഉം തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ച ഇങ്ങനത്തെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടാണ് പോകുന്നത്. പോസ്റ്റ് ഓഫീസ് ബാങ്കിങ് ചോദിച്ചു. അത് പോസ്റ്റ് ഓഫീസിനകത്ത് തന്നെ ബാങ്കിങ് സേവനങ്ങൾ കൊടുക്കും. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടുകാർക്ക് കാണും, പോസ്റ്റ് ഓഫീസിനകത്ത് സേവിങ്സ് അക്കൗണ്ടൊക്കെ കാണും. ബാങ്ക് പോലെ നമുക്കിപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ കത്തയക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല, പോസ്റ്റ് ഓഫീസ് ഇറ്റ്സെൽഫ് ബാങ്കിങ് സർവീസുകൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് അക്കൗണ്ടൊക്കെ തുടങ്ങാം, പോസ്റ്റ് ഓഫീസിലും നമുക്ക് നിക്ഷേപങ്ങളൊക്കെ ആവാം. അതാണ് ഈ പോസ്റ്റ് ഓഫീസ് ബാങ്കിങ് എന്ന് പറയുന്നത്. ദെൻ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴേ പറഞ്ഞ് കേട്ടോണേ, ഇൻഷുറൻസ് നാലാമത്തെ മൊഡ്യൂള് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻഷുറൻസ് എന്താണ്? ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. അതേതാണ് ഈ രണ്ട് വ്യക്തികൾ? ഇൻഷുററും ഇൻഷുവേർഡും. അപ്പോൾ ഇൻഷുററും ഇൻഷുവേർഡും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആരായി ഇൻഷുറർ? ഇൻഷുറർ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ആരാ ഇൻഷുവേർഡ്? ആരാണോ പോളിസി എടുക്കുന്നത് അയാളാണ് ഇൻഷുവേർഡ്. ഇപ്പം ഞാനൊരു പോളിസി എടുത്താൽ ഞാനാണ് ഇൻഷുവേർഡ്. ഏത് ഇൻഷുറൻസ് കമ്പനിയിലാണോ ഞാൻ പോളിസി എടുക്കുന്നത് ആ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും ഇൻഷുറർ. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് വ്യക്തികൾ തമ്മിലൊരു കോൺട്രാക്റ്റ് ആണെന്ന് പഠിച്ചു വെക്കുക. രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ്? ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയാണ്, ഇൻഷുവേർഡ് എന്ന് പറഞ്ഞാൽ ആരാണോ പോളിസി എടുക്കുന്നത് ആ വ്യക്തിയാണ് ഈ ഇൻഷുവേർഡ്. ഇവർ തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഒപ്പിടുമെന്ന് പറഞ്ഞില്ലേ, ആ പേപ്പർ, അതാണ് പോളിസി എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. പോളിസി ടേംസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്, പോളിസി. ഇനി എന്ത് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തിൻ്റെ പുറത്താണോ ഇൻഷുറൻസ് എടുക്കുന്നത് അതാണ് സബ്ജക്റ്റ് മാറ്റർ. ലൈഫ് ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഹ്യൂമൻ ബീങ്, എൻ്റെ ലൈഫാണ് സബ്ജക്റ്റ് മാറ്റർ. ഫയർ ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് തീപിടുത്തം, കടയാണോ സ്റ്റോക്കാണോ വാഹനമാണോ എന്താണോ ഞാൻ ഫയർ ഇൻഷുറൻസ് എടുക്കുന്നത് അതാണ് എൻ്റെ സബ്ജക്റ്റ് മാറ്റർ. ആ സബ്ജക്റ്റ് മാറ്ററിനകത്ത് ഇൻഷുറൻസ് എടുക്കുന്നയാൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. എനിക്ക് വേറൊരുത്തൻ്റെ വീട് പോയി ഇൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള, ഇപ്പം ഞാൻ വല്ലവരുടെയും വീട്ടിൽ ഫയർ ഇൻഷുറൻസ് എടുത്തിട്ട് ആ വീടിന് തീ പിടിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എനിക്കും കൂടെ താല്പര്യമുണ്ടെന്ന് ലീഗലി പ്രൂവ് ചെയ്യണം. അതാണ് ഈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ ടേമുകളുണ്ട്. ഇൻഷുറൻസ് പ്രീമിയം, ഇൻഷുറർ, ഇൻഷുവേർഡ്, പോളിസി, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഇത് കൂടാതെ നമുക്ക് സറണ്ടർ വാല്യൂ ഉണ്ട്, പിന്നെ അസൈൻമെൻറ്റ് ഓഫ് പോളിസി ഉണ്ട്, നോമിനേഷൻ ഓഫ് പോളിസി ഉണ്ട്. അസൈൻമെൻറ്റ് ഓഫ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗിഫ്റ്റ് പോലെ മറ്റൊരാൾക്ക് വേണ്ടി പോളിസി എടുത്തു കൊടുക്കുവാണ്, വേറൊരാളിലേക്ക് പോളിസി അസൈൻ ചെയ്യുവാണ്. നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി പോളിസി എടുത്തു കൊടുക്കാം, അതാണ് ഈ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പൈസ മറ്റൊരാൾക്ക് കൊടുക്കാം, നോമിനി വെക്കൂ എന്ന് പറയില്ലേ, അതാണ് ഈ നോമിനേഷൻ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എസ്സേ ചോദിക്കാം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചാടോ, അതാ പറഞ്ഞ ക്ലാസ് കേൾക്കണം. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ടേമുകളുണ്ട്. ഇൻഷുറൻസ്, ഇൻഷുർഡ്, ഇൻഷുറർ, സബ്ജക്റ്റ് മാറ്റർ, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ദെൻ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെ ഉണ്ട്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇങ്ങനെ കുറേ ടേമുകളുണ്ട്. അസൈൻമെൻറ്റ്, നോമിനേഷൻ, അണ്ടർ റൈറ്റിംഗ്, ഇൻഡെമിനിറ്റി, ഇങ്ങനെ കുറേ ടേമുകളുണ്ട്. ആ ടേമുകളെല്ലാം നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം, അസൈൻമെൻറ്റ് ഓഫ് പോളിസി, നോമിനേഷൻ, ഇങ്ങനെ കുറേ ടേമുണ്ട്.
ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ലീഗൽ ടെൻഡറായ നോട്ട് ക്യാൻസൽ ചെയ്യുന്നു. നമ്മളെല്ലാവരും ഫേസ് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ ഇവിടെ 1000-ൻ്റെ നോട്ടൊന്നും ഇല്ലല്ലോ, അതാണ് ഈ ഡിമോണിറ്റൈസേഷൻ. ബാങ്ക് അഷ്വറൻസ്, ബാങ്ക് അഷ്വറൻസ് ഇതാണ് ഈ 5ാമത്തെ മൊഡ്യൂൾ. അപ്പോൾ 5ാമത്തെ മൊഡ്യൂളിൽ ക്ലെയിം പഠിക്കാനുണ്ട്, ബാങ്ക് അഷ്വറൻസ് പഠിക്കാനുണ്ട്, IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ആക്ട്, ഈ 3 കാര്യമുണ്ട്. അപ്പോൾ 5ാമത്തെ മൊഡ്യൂൾ ഞാൻ എടുത്തിട്ടുണ്ട്. 5th മൊഡ്യൂൾ നല്ലപോലെ നോക്കിക്കോ, ഒരു എസ്സേ കിട്ടാം. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിസീസ് ഉണ്ട്. ഈ ടൈം പോളിസി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്കായിരിക്കും ആ പോളിസി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആൾ മരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആ പീരീഡ് കഴിഞ്ഞാലും നമുക്ക് ആ പൈസ കിട്ടും. അതാണ് ഈ ടൈം പോളിസി എന്ന് പറയുന്നത്. ഇതൊക്കെ നോക്കി വെച്ചേക്കണേ. ദെൻ ഇവിടെ ഒരു NEFT കണ്ടോ, ഇത് 3ാമത്തെ മൊഡ്യൂളിനകത്ത് വരുന്നതാണ്. ഈ 3rd മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തം ടെക്നോളജിയാണ്. ഓൺലൈൻ ബാങ്കിങ്, ഇ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, ഹൈടെക് ബാങ്കിങ്, അങ്ങനത്തെ കുറേ ടോപ്പിക്കിലാണ്. അതിലൊന്നാണ് NEFT. അപ്പോൾ NEFT മാത്രമാക്കണ്ട, ഈ ഫുൾ ഫോം ഒക്കെ ഒന്ന് ഓടിച്ച് വെച്ചോ. NEFT എന്ന് പറഞ്ഞാൽ EFT എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നാണ്, അത് ആദ്യം ഓർത്ത് വെച്ചോ. EFT എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ECS എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് എന്നാണ്. അപ്പോൾ ഒരു N ചേർന്നാൽ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. RTGS വരാം, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. സ്വിഫ്റ്റ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ദെൻ UPI, ഇത് പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും, കാര്യം നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ഉള്ളതല്ലേ, UPI ID പറയാനൊക്കെ പറയാറില്ലേ. അപ്പോൾ UPI എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. NPA നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ ലോൺ കൊടുക്കും, ലോൺ കൊടുക്കും, അവർ തിരിച്ചടയ്ക്കത്തില്ലെന്ന് വിചാരിച്ചു, അപ്പോൾ ബാങ്കിന് ആ ഇൻട്രസ്റ്റ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ലോൺ പെർഫോം ചെയ്യുന്നില്ല. ലോൺ എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ച് അസറ്റാണ്. ലോൺ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾക്ക് അസറ്റാണ്. ആ ലോൺ കൊടുത്തിട്ട് അവർ പൈസ തിരിച്ചടയ്ക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആ അസറ്റ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നില്ല, പറ്റിച്ചുകൊണ്ട് പോയി. അതാണ് ഈ നോൺ പെർഫോമിംഗ് അസറ്റ്. പിന്നെ IMPS ഉണ്ട്, ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്. ഇതൊക്കെയാണ് സാധാരണ വരാറുള്ള ഷോർട്ട് ഫോം ആൻഡ് ഫുൾ ഫോം. അത് വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചേക്കാം. ദെൻ ഇൻഡെമിനിറ്റി, ഞാൻ പറഞ്ഞല്ലോ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡെമിനിറ്റി, അണ്ടർ റൈറ്റിംഗ്, അസൈൻമെൻറ്റ്, നോമിനേഷൻ, സറണ്ടർ വാല്യൂ, ഫോർക്ലോഷർ, ഇങ്ങനെ കുറേ ടേമുകളുണ്ട്. ആ ടേമുകളൊന്ന് ഓടിച്ച് നോക്കി വെച്ചേക്കുക. നിങ്ങൾ ബുക്ക് എടുത്ത് വായിക്കണമെന്ന് പോലും ഞാൻ നിർബന്ധം പറയുന്നില്ല, ഈ പറയുന്ന 20 ക്ലാസ്സിനകത്തുണ്ട്. നിങ്ങളത് കേട്ടാൽ മതി, പ്രധാനപ്പെട്ടതെല്ലാം ഞാൻ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദെൻ 2 മാർക്കിലേക്ക് വരുമ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ അണ്ടർ റൈറ്റിംഗ്, നെഗോഷ്യബിലിറ്റി, ഫയർ ഇൻഷുറൻസ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഡബിൾ ഇൻഷുറൻസ്, ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. നോമിനേഷൻ കണ്ടോ, ഇതെല്ലാം തന്നെ ഇൻഷുറൻസ് എന്നാൽ എന്താണ്. അപ്പം ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് 4ാമത്തെ മൊഡ്യൂൾ ഉണ്ടല്ലോ, അതിൽ ഈ കുഞ്ഞു ടേമുകൾ നോക്കി വെച്ചുതരാം, 1 മാർക്ക് 2 മാർക്കിന് വേണ്ടി. ദെൻ ഇവിടെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഗ്രീൻ ബാങ്കിങ്. ഈ ഗ്രീൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി എന്നാണ്. ഗ്രീൻ എന്ന് ഉദ്ദേശിക്കുന്ന പ്രകൃതിക്കൊരു ദോഷവും വരാതെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബാങ്കിങ് സർവീസ് കൊടുക്കുക എന്ന് എഴുതിയാൽ മതി. ദെൻ ഈ ഡിജിറ്റൽ ബാങ്കിങ്, ഇ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, ഹൈടെക് ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ന്യൂജൻ ബാങ്കിങ് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെയും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യത്തോടു കൂടി ബാങ്കിങ് ഫെസിലിറ്റീസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഈ ഡിജിറ്റൽ ആണെങ്കിലും ഇ ബാങ്കിങ് ആണെങ്കിലും ഹൈടെക് ബാങ്കിങ് ആണെങ്കിലും നെറ്റ് ബാങ്കിങ് ആണെങ്കിലും എല്ലാത്തിൻ്റെ മീനിങ് ഒന്നൊക്കെ തന്നെ, അത് ആ രീതിയിൽ എഴുതിയാൽ മതി. സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന ബാങ്കാണ്. ഇന്ത്യയിൽ അത് RBI ആണ്. സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ ബാങ്കാണ് എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത്, ആ രീതിയിൽ എഴുതിയാൽ മതി. ദെൻ 4 മാർക്കിനാ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് വേണമെങ്കിൽ എസ്സേ വരാം. ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് കുറച്ച് വലിയ ടോപ്പിക്കാണ്, വേണമെങ്കിൽ അത് എസ്സേ വരാം. സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷനും എസ്സേ വരാം. കൊമേഴ്ഷ്യൽ ബാങ്കും സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് RBI ആണ് കേട്ടോ. അപ്പോൾ RBIയുടെ ഫംഗ്ഷൻ ചോദിച്ചാലും സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചാലും നമുക്കൊന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇത് വേണമെങ്കിൽ എസ്സേ ആയിട്ട് വരാം. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് വരാം, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് വരാം. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കി വെക്കാം. ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് അതിനകത്തുണ്ട്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊക്കെ കിടപ്പുണ്ട്, അത് നമ്മൾ എടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കി വെച്ചേരാം. ദെൻ ഇവിടെ മറൈൻ പോളിസി, ഇതിനകത്ത് ഇതുണ്ടല്ലോ, ഇതെടുക്കാം. ക്ലെയിംസിൻ്റെ കാര്യം എടുക്കാം. ഇ ബാങ്കിന് അഡ്വാൻറ്റേജ് എടുക്കാം. നമുക്ക് 6 മതിയുള്ളൂ, നിങ്ങൾക്ക് കിട്ടും, 6 കൃത്യമായിട്ട് കിട്ടും. ദെൻ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊസീജിയർ ചോദിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വലിയ പ്രൊസീജിയറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കാര്യം നമ്മൾ നോക്കുമ്പോൾ, ഒരു കസ്റ്റമർ നോക്കുമ്പോൾ, ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണമെങ്കിൽ വീട്ടിൽ ആൾക്കാർ വരും. പ്രൈവറ്റ് ബാങ്കൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന ഒരു അക്കൗണ്ടിൽ കുറേ ഒപ്പിട്ടുണ്ടാക്കിയേ പോകും. ശരിക്കും അവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ആദ്യം ഒരു ബാങ്ക് സെലക്ട് ചെയ്യണം, എന്നിട്ട് വേണമെങ്കിൽ അതിന് ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാൻ, വെബ്സൈറ്റ് വഴിയാവാം. നമ്മൾ ബാങ്ക് വിസിറ്റ് ചെയ്താലും
ബാങ്കിൻ്റെ എംപ്ലോയി നമ്മളടുത്ത് വന്നാലും നമ്മൾ ആ ഒരു ഫിസിക്കൽ കോൺടാക്ട്, ഐ മീൻ ഒരു ഫേസ് ടു ഫേസ് കോൺടാക്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും ആവാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ടൈപ്പ് അക്കൗണ്ട് വേണോ എല്ലാം തീരുമാനിക്കുക, ഇൻഫർമേഷൻ കൊടുക്കുക, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒപ്പിടുക, എഗ്രിമെൻ്റ് എല്ലാം ഒപ്പിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുക. ഈ രീതിയിലാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസമൊന്നും ഇല്ലാത്തത്, നമ്മൾ ഇപ്പോൾ ഇങ്ങനെ അക്കൗണ്ട് തുടങ്ങാനായിട്ട് വീട്ടിലും അവന്മാരെല്ലാം കൊണ്ടുവരും. എന്നിട്ട് ആ 4-5 ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ തന്നെ ചെയ്തോളും. പണ്ടത്തെ കണക്ക് നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത് പണ്ട് അങ്ങനെയായിരുന്നു. ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ മറ്റൊരാൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക വേണം. ഇപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ, സോ അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം. പിന്നെ ഇവിടെ ഈ ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ, ഈ എന്ന് പറഞ്ഞാൽ തന്നെ ഇലക്ട്രോണിക് എന്നാണ്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് കുറേ ആൻസർ എഴുതും, ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ നടക്കും, ടൈം കൺസ്യൂമിങ് കുറവായിരിക്കും, ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, IRD ആക്റ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, ടൈപ്സ് ഓഫ് ക്ലെയിം എല്ലാം 5ാമത്തെ മൊഡ്യൂളാണ്. അതിനകത്ത് കൃത്യമായിട്ട് നോക്കി പോകാവുന്നതേ ഉള്ളൂ. ഇനി എസ് എ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് എളുപ്പമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഒരുപാട് ഫംഗ്ഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും കഴിഞ്ഞവണ അതൊന്നും ചോദിച്ചില്ല. പക്ഷേ നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് വരാം, ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് വരാം, റിലേഷൻഷിപ്പ് വരാം. ആദ്യത്തെ 2 മൊഡ്യൂൾ മൊത്തം എസ് എ ആണ്. ദെൻ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് വരാം, ഈ പറഞ്ഞ IRD ആക്ടിൻ്റെ കേസ് വരാം. അപ്പോൾ 1, 2, 4, 5 1, 2, 4, 5 എന്നൊക്കെ എസ് എ വരാം. ഓക്കെ, പക്ഷേ ഇവിടെ 2 ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നല്ല റൈറ്റിംഗ് സ്കില്ലുണ്ട്, പത്രമൊക്കെ വായിക്കുകയും എഴുതുക. അതായത് ഓക്കെ കേട്ടോ, ഇൻഷുറൻസ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, എക്സ്പ്ലെയിൻ. മറ്റൊന്ന്, ബാങ്കിങ് സെക്ടറിൻ്റെ എമർജിങ് ട്രെൻഡ്സ്. ഇത് രണ്ടും ടു ദ പോയിൻ്റ് ആൻസർ വേണോ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന പത്രമൊക്കെ വായിക്കും, നിങ്ങൾക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്രെഡിറ്റ് ക്രിയേഷൻ ഉണ്ട്. ക്രെഡിറ്റ് ക്രിയേഷൻ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് ക്രിയേഷൻ വേണമെങ്കിൽ എസ് എ വരാവുന്നതാണ്. ഓക്കെ, ഇതെല്ലാം ആദ്യത്തെ 2 മൊഡ്യൂളിനകത്ത് വരുന്നതാണ്. ഈ 2 എസ് എ ആയിരിക്കും മിക്കവാറും എല്ലാവരും എഴുതിയിരിക്കുന്നതെന്ന്. കാര്യം ഇത് ആദ്യത്തെ 2 മൊഡ്യൂളിനകത്ത് വരും. ഇൻഷുറൻസിൽ നിന്ന് എസ് എ വന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഒരു കൂടുതലും ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇൻഷുറൻസിൽ നിന്ന് ചോദ്യമൊന്നും വരത്തില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഇൻഷുറൻസിൽ നിന്ന് അവർ എസ് എ ഇട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, ഇതിനകത്ത് ഇൻഷുറൻസിൽ നിന്നാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇൻഷുറൻസാണ്. ഈ ടിക്ക് ചെയ്യുന്നതെല്ലാം ഇൻഷുറൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. എസ് എ എന്തുകൊണ്ടോ, പക്ഷേ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. 2 എസ് എ ബാങ്കിൽ നിന്നും 2 എസ് എ ഇൻഷുറൻസും ചോദിക്കായിരുന്നു. പക്ഷേ അവരെന്തുകൊണ്ടോ 4 എസ് എയും ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് ഈ ഒരു ടോപ്പിക്ക്, അതും ജനറൽ ടോപ്പിക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഷുറൻസിൽ നിന്ന് മറ്റേ സ്പെസിഫൈ ചെയ്തൊരു ടോപ്പിക്ക് വന്നില്ല. അപ്പോൾ ഇത്തവണ നിങ്ങൾക്ക് അങ്ങനെ കിട്ടാം. എന്നിരുന്നാലും ഈ 1ാമത്തെയും 2ാമത്തെയും 4, 5 നന്നായിട്ട് നോക്കുക. എല്ലാം നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ബാങ്ക് ആൻഡ് ഇൻഷുറൻസിൻ്റെ പ്ലേലിസ്റ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ 20 പ്ലസ് ഇപ്പോഴത്തെ 1ാമത്തെ, അപ്പോൾ 21 ക്ലാസ് ആയി കാണും. ഈ 21 ക്ലാസ്സും കൃത്യമായിട്ടും കേട്ടാൽ മതി, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, 80 മാർക്ക് അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ, അല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് നിർബന്ധമില്ല. അപ്പോൾ ഈ 80 മാർക്കിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും.